PM-ശ്രീ നടപ്പാക്കാൻ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് തീരുമാനിച്ചത് നമ്മൾ പുറത്തു വന്നതാണ്. ഒപ്പിട്ട ശേഷമാണ് അതിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷി CPI പോലും അറിഞ്ഞത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥലത്തിൽ അത്തരമൊരു തീരുമാനമുണ്ടായത്? ഈ പദ്ധതിയിൽ ഒപ്പിടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സംസ്ഥാന സർക്കാരിന് പാങ്ങില്ല. അപ്പോൾ ആ സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ സഹായത്തോടു കൂടി മാത്രമേ കേരളത്തിലെ സ്കൂളുകളെ സ്മാർട്ട് സ്കൂളുകളാക്കാൻ പറ്റുകയുള്ളൂ. ഞാൻ പറയട്ടെ, കേരളത്തിൽ ഈ നേരത്തെ പ്രജിത്തും സാറുമൊക്കെ പറഞ്ഞതുപോലെ KV കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ സ്കൂളുകൾ, ആ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ സ്റ്റാൻഡേർഡ് നമ്മുടെ സംസ്ഥാന സ്റ്റേറ്റ് സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ സ്റ്റാൻഡേർഡ് നമ്മൾ ആലോചിച്ച് നോക്കൂ. ഇവരോടാണല്ലോ മത്സരിക്കേണ്ടത്. 99.99% പാസ് പെർസെന്റേജ് ഉണ്ടെന്ന് പറയുന്ന വങ്കത്തരം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ അവരെ പിടിച്ചിരുത്തിയിട്ട് 4 അക്ഷരം എഴുതാൻ പറഞ്ഞാൽ 4 ചോദ്യം ചോദിച്ചാൽ പറ്റില്ല. ഒരു മത്സരാധിഷ്ഠിത പരീക്ഷയിൽ എന്തുകൊണ്ടാണ് നമ്മുടെ സാധാരണക്കാരായ കുട്ടികൾ പുറകോട്ട് പോകുന്നത്? അവരുടെ സിലബസ് എന്ന് പറയുന്നത് ഏറ്റവും അപരിഷ്കൃതമാണ്. ഇന്നും ഞാൻ പറയട്ടെ, ഇന്നും കഞ്ഞി വയ്ക്കാൻ പോലും കുട്ടികളെ സ്കൂളിൽ ഈ ആയമാരില്ലാത്ത, അല്ലെങ്കിൽ ഈ കഞ്ഞി വയ്ക്കാൻ ആളില്ലാത്തടത്ത് നീയും വാ നമുക്ക് കഞ്ഞി വയ്ക്കാം, എന്നിട്ട് സ്കൂളിൽ നടത്തിക്കൊണ്ട് പോവാം എന്ന് പറയുന്ന അപരിഷ്കൃതമായ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്നും കേരളത്തിലെ സ്കൂളുകളിൽ നിൽക്കുന്നു. എത്ര സ്കൂളുകൾ മുന്നോട്ടുണ്ട്? എത്ര സ്കൂളുകളിൽ കൃത്യമായി ഭക്ഷണം കഴിക്കാൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നു? ഞാൻ ചോദിക്കട്ടെ, വയറ് എരിഞ്ഞിരിക്കുന്നവൻ അല്ലെങ്കിൽ വിശന്നിരിക്കുന്നവനോട് നിങ്ങളൊരു നിങ്ങളൊരു പാഠം പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? സാറിന് തോന്നുന്നുണ്ടോ? വിശന്നിരിക്കുന്നവന്റെ മുന്നിൽ നിങ്ങൾ മാത്സ് പറഞ്ഞു കൊടുത്തിട്ട് അവൻ എന്തെങ്കിലും തലയിലേക്ക് കയറുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ, ഇന്നും ഉച്ചക്കഞ്ഞിക്കും ഉച്ചയ്ക്ക് ഊണിനും പോലുള്ള പണം പോലും കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ജനം TV തന്നെ വാർത്ത ചെയ്തു, ഉച്ചഭക്ഷണത്തിനുള്ള പണം കൊടുക്കാത്തത് കൊണ്ട് പല സ്കൂളുകളിലും ഉച്ചഭക്ഷണം നിർത്തിവച്ചിരിക്കുന്നു. അധ്യാപകർ, ഞാൻ ഇന്നാൾ കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് നമ്മുടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ, ഈ സ്കൂളുകളിലെ, സർക്കാർ സ്കൂളുകളിലെ, എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകർ അവരുടെ ശമ്പളം കിട്ടുമ്പോൾ ആദ്യം പോകുന്നത് പലവ്യഞ്ജന കടയിലേക്കാണ്. സ്വന്തം വീട്ടിലേക്കുള്ള പലവ്യഞ്ജനം പറ്റു തീർക്കാൻ, സ്കൂളിൽ കുട്ടികൾക്ക് വാങ്ങിയ പറ്റു തീർക്കാൻ. ഇത്രയും ഗതികെട്ട ദാരിദ്ര്യം പിടിച്ച ഒരു സംവിധാനമാണ് നമ്മുടെ സ്കൂളുകൾ എന്ന് പറയുന്നത്. ആ സ്കൂളുകളെ ഈ കേന്ദ്രത്തിന്റെ ഫണ്ടില്ലാതെ എങ്ങനെയാണ് നിങ്ങൾ ഒരു മാതൃകാ വിദ്യാലയങ്ങളാക്കാൻ പോകുന്നത്? അതിന് നിങ്ങൾക്ക് കഴിയില്ല. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിലെ, പിണറായി വിജയൻ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി അടക്കം അറിഞ്ഞുകൊണ്ട് PM-ശ്രീയിൽ ഒപ്പിട്ടത്. അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്ക് വിവരം ഉണ്ടായിരുന്നു. ഇതില്ലെങ്കിൽ ഇത് നാമാവിശേഷമായനെ, നമ്മുടെ സ്കൂളുകൾ തരിപ്പണമായനെ. സമഗ്ര ശിക്ഷ കേരള, അത് പേരും ബോർഡുമായിട്ട് അവിടെ ഇരുന്നേനെ. അപ്പോൾ അത് ചെയ്തു.